എനിക്ക് അങ്ങനെയുള്ള വോട്ട് വേണം. നിങ്ങൾക്ക് ചെയ്തില്ലേ, നഷ്ടം നിങ്ങൾക്കാണ്. ഞാനടക്കം വർഗീയവാദിയാണ്, അറിയില്ലേ നിങ്ങൾക്കത്? വർഗീയവാദി, ചാണകസംഖി ഒക്കെ വിളിക്കും. RSSും BJPയും ഒക്കെ തന്നെയാണ്. അതിൻ്റെ അർത്ഥം ഞാൻ ഭീകരവാദി എന്നുള്ളതല്ല, ഹിന്ദു തീവ്രവാദിയല്ല. എല്ലായിടത്തും എന്തിനാണ് നിങ്ങൾ ഈ രാഷ്ട്രീയവും ജാതി കുത്തിക്കലത്തുന്നത്? ഇവിടുത്തെ മുസ്ലിംസ് അടക്കം ഫെഡപ്പാണ് നിങ്ങളുടെ ഈ രാഷ്ട്രീയം. നിങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഈ ശത്രുത. എനിക്ക് നിങ്ങളുടെ ഈ രാഷ്ട്രീയം കാണുന്ന സമയത്ത് കുറച്ച് വിഷമമുണ്ട്. എന്തിനാണ് നിങ്ങൾ ഈ ജാതിയെക്കുറിച്ച് പറയുന്നത്? എല്ലായിടത്തും ഉണ്ട് കീടങ്ങൾ. അത് ഹിന്ദുവിലും ഉണ്ട്, മുസ്ലിമിലും ഉണ്ട്, ക്രിസ്ത്യാനി. നിങ്ങളിങ്ങനെ ഒരു പോത്തും കുട്ടീനെ കൊല്ലുകയാണെങ്കിലും ശരി, ഞാൻ റോട്ടിൽ വന്നിട്ട് അതിൻ്റെ കഴുത്തിറക്കുന്ന സമയത്ത് അതിൻ്റെ കണ്ണ് നിങ്ങളെപ്പോഴും കണ്ടു. ഞാൻ അനിമൽ ലവറാണ്. ഒരു കേരള സ്റ്റോറി വന്നതിൻ്റെ ഒരു ട്രെയിൽ കണ്ടപ്പോഴത്തേക്കും ഇവിടെ പശുക്കൾക്ക് വീട്ടിലിരിക്കാൻ വയ്യാതെ, അല്ലെങ്കിൽ പോത്തുകൾ. കൺവേർഷൻസ് നടന്നിട്ടുണ്ട് ഇവിടെ. അത് ഹിന്ദു ടു മുസ്ലിം ആണെങ്കിലും ശരി, ക്രിസ്ത്യൻ ടു മുസ്ലിം ആണെങ്കിലും ശരി, ഹിന്ദു ടു ക്രിസ്ത്യൻ ആണ്, ഇതൊക്കെ നടന്നിട്ടുണ്ട്. കേരള സ്റ്റോറി എന്ന് പറഞ്ഞ മൂവിനെ പറ്റി സാറിന്റെ വിലയിരുത്തൽ എങ്ങനെയാണ്? ശരി, നിങ്ങൾ ആദ്യം ഈ ബീഫ് എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ ഉദ്ദേശിക്കുന്നത് പശുവിനെയാണ്, അല്ലേ? ആക്ച്വലി പശുവിനെ ഇവിടെ ആരും കൊല്ലുന്നത് തിന്നുന്നൊന്നുമില്ല. പക്ഷേ ഇതുപോലൊരു സിനിമ വരുമ്പോൾ പാവപ്പെട്ട ഒരു പശുക്കിടാവിനെയാണ് നടു റോട്ടിലിട്ടത് കോൺഗ്രസ് നേതാക്കളോ കമ്മ്യൂണിസ്റ്റുകാരോ ആരാണെങ്കിൽ ശരി അതിനെ കഴുത്തറുത്ത് കൊല്ലുന്നു. എന്തിന്? അത് ഭരണാധികാരിയോടുള്ള വിദ്വേഷം കാണിക്കാനും, ഇത് ഹിന്ദുക്കളുടെ തീവ്രതയാണ്, അല്ലെങ്കിൽ ഹിന്ദുക്കൾ അവർ പറയുന്നതല്ല ഞങ്ങൾ തിന്നേണ്ടത് എന്ന് കാണിക്കാൻ നിങ്ങളിഞ്ഞൊരു പോത്തും കുട്ടീനെ കൊല്ലുകയാണെങ്കിലും ശരി നടു റോട്ടിൽ വന്നിട്ട് അതിൻ്റെ കഴുത്തിറക്കുന്ന സമയത്ത് അതിൻ്റെ കണ്ണ് നിങ്ങളെപ്പോഴും കണ്ടിട്ടുണ്ടോ? ഞാൻ അനിമൽ ലവറാണ്. എനിക്കൊരു പട്ടി അല്ലെങ്കിൽ അതെല്ലാം വീട്ടിലവിടെ ഉണ്ട്. ഇപ്പോൾ സ്ട്രേ ഡോഗ്സ് ഉണ്ട് ഇഷ്ടംപോലെ. അപ്പോൾ ഒരു മൃഗമാണെങ്കിലും ശരി, നിങ്ങളുടെ ഈ പൊളിറ്റിക്സിന് വേണ്ടിയിട്ട് അതിനെ നിങ്ങൾ കൊണ്ടുവന്നിട്ട് കഴുത്തറത് അതിനെ വേദനിപ്പിച്ചുകൊണ്ട് കൊല്ലുകയാണത്. ഒറ്റപ്പെട്ടങ്ങൾ കൊല്ലുന്നുമില്ല. അപ്പോൾ നിങ്ങളൊക്കെ എന്താണ് മനുഷ്യൻ? നിങ്ങളെ മനുഷ്യന്ന് വിളിക്കണം. ഒരു കേരള സ്റ്റോറി വന്നതിൻ്റെ ഒരു ട്രെയിൽ കണ്ടപ്പോഴത്തേക്കും ഇവിടെ പശുക്കൾക്ക് വീട്ടിലിരിക്കാൻ വയ്യാതെ, അല്ലെങ്കിൽ പോത്തുകൾക്ക് അവരെ പിടിച്ച് വിട്ടുന്നു. ഇവിടെ ഇപ്പോൾ ബീഫ് കുത്തിക്കയറ്റി തീറ്റിപ്പിച്ചു എന്നാണ് കഥയിൽ പറയുന്നതെന്ന് പറയും. ഞാൻ കണ്ടിട്ടില്ല, ഇവിടെ ഒന്നും കണ്ടിട്ടില്ല. ഇതൊരു ജിഹാദി സിസ്റ്റം എന്ന് പറയും. ഈ ലവ് ജിഹാദ് എന്നൊക്കെ ഉള്ളത് നിങ്ങൾ കേട്ടിട്ടുള്ളതും പല കേസുകൾ പിടിച്ചിട്ടുള്ളതുമാണ്. അതിൻ്റെ കണക്ഷനായിട്ട് വല്ലതും ഒരു സീനൊരു അതിനകത്തുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ കാണിക്കുന്നത് എന്താണ്? ഒരു പെൺകുട്ടിനെ വിളിച്ച് പോത്തിനെ കയറ്റി കുത്തിക്കയറ്റി വായിൽ, അതിൻ്റെ പേരിൽ ഇവിടെ പ്രൊജക്ട് ചെയ്തു. അങ്ങനെ ഇല്ല കേരളത്തിൽ, സമ്മതിച്ചു. കൺവേർഷൻസ് നടന്നിട്ടുണ്ട് ഇവിടെ. അത് ഹിന്ദു ടു മുസ്ലിം ആണെങ്കിലും ശരി, ക്രിസ്ത്യൻ ടു മുസ്ലിം ആണെങ്കിലും ശരി, ഹിന്ദു ടു ക്രിസ്ത്യൻ ആണ്, ഇതൊക്കെ നടന്നിട്ടുണ്ട്. ലെറ്റ്സ് നോട്ട് ഹൈഡ് ദ ഫാക്റ്റ്. ആ കൺവേർഷൻ നടക്കുന്ന സമയത്ത് അത് നമ്മൾ പല ജയിലിലും കാണുന്നുണ്ടല്ലോ, പല കേസുകളും, ഹാദിയ കേസും മറ്റേ കേസും ഇതെല്ലാം കാണുന്നുണ്ട്. അതിൻ്റെ കൊണോട്ടേഷനിൽ ഒരു സീൻ അവിടെ ഉണ്ടെങ്കിൽ അപ്പോൾ പടം മുഴുവൻ കാണണം. ഇത് കാണാതെ നിങ്ങൾ പശുക്കളെ വെട്ടി അതിൻ്റെയും പാവങ്ങളുടെ ജീവൻ പോയി എന്നിട്ട് പടം കാണുന്നത് വെച്ച് ചിലപ്പോൾ ആ സീനേ ഉണ്ടാവില്ല. ദുരന്തരം എന്നുള്ള പടത്തിൻ്റെ ട്രെയിലർ ഒറ്റ ഷോട്ട് പോലും പടത്തിലില്ല. അത് ഞാൻ ആദ്യത്തെ തന്നെ ചോദിച്ചു, സാറേ എൻ്റെ അസോസിയേറ്റ് കട്ട് ചെയ്താണ് ആ ട്രെയിലർ. പിന്നെ എനിക്ക് പേടിയായി, പടം ആ ലെവലിൽ എത്തിയില്ലെങ്കിൽ പ്രശ്നമാവുള്ളത്. പക്ഷെ സംഭവം മാരേജ് അത്. അപ്പം നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടൊക്കെ ഇങ്ങനെയുള്ള ഈ എല്ലായിടത്തും എന്തിനാണ് നിങ്ങൾ ഈ രാഷ്ട്രീയവും ജാതിയും കുത്തിക്കലത്തുന്നത്? ബീഫ് തിന്നുന്നവൻ തിന്നോട്ടെ. അതെന്താ നിങ്ങൾ പോർക്കിൻ്റെ കാര്യം പറയാത്തത്? നിങ്ങൾക്ക് ഈ മൈനോറിറ്റി വോട്ടിന് വേണ്ടിയിട്ട് അവരെ പ്രീണിപ്പിക്കുകയാണ്. സത്യം പറയട്ടെ, ഇവിടുത്തെ മുസ്ലിംസ് അടക്കം ഫെഡപ്പാണ് നിങ്ങളുടെ ഈ രാഷ്ട്രീയം കൊണ്ട്. ഞാൻ സംസാരിക്കും, എൻ്റെ റിബേട്ട ഈ അറാമ്പറപ്പള്ളി എന്തിനാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടേ ആൾക്കാരെന്താ വിചാരിക്കുക, നമ്മളൊക്കെ ഇതിൻ്റെ ആൾക്കാരാണെന്നുള്ളത്. അവർ പോലും വെറുക്കാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോഴത്തേക്കും ഹിന്ദുവിനെ എന്ത് വേണമെങ്കിൽ പറയാം, അത് പ്രശ്നമല്ല. കാരണം ഹിന്ദു വോട്ടുകൾ ചെയ്തുകൊണ്ടിരിക്കുക, അത് ജന്തുക്കളല്ലേ, അവരൊന്നും ചിന്തിക്കില്ല. ഈ മുസ്ലിംസിനെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട്, അവരെ സന്തോഷിപ്പിക്കാൻ, പക്ഷെ അവർ സന്തോഷിക്കുന്നില്ല. അവർ വറീഡാണ്. ഇപ്പം നിങ്ങൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കല്ലേ. ഇവിടെ മനസ്സമാധാനത്തിൽ ജീവിക്കുന്ന ഹിന്ദു ആൻഡ് മുസ്ലിം സമുദായത്തിന് അവരെ ജീവിച്ചു പോകാൻ നോക്ക്. എനിക്കൊരു സുഹൃത്തുണ്ട്, ചെറുതുരുത്തി പോകുന്ന, നിങ്ങൾ ഷൊർണൂർ തൃശ്ശൂരിൽ നിന്ന് ചെറുതുരുത്തിക്ക് പോകുന്ന സമയത്ത് ചെറുതുരുത്തി പാലത്തിൻ്റെ ഇപ്പുറത്ത്
കുറച്ച് ഉള്ളിലേക്കായിട്ട് ഈ റോട്ടിൽ ലെഫ്റ്റ് സൈഡിൽ ഒരു കഫേ മെക്കാനി എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. എപ്പോഴെങ്കിലും നിങ്ങൾ ഏതെങ്കിലും ഇപ്പോൾ ഇത് കാണുന്നവരാണെങ്കിൽ ശരി, ഇപ്പോൾ കാണുന്ന സമയത്ത് പോകുന്നുണ്ട്. ആ കഫേ മെക്കാനിയിൽ കയറിയിട്ട് അകത്ത് പോയിട്ട് ഇരിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്ഥലം റിസർവ് ഫോർ സോൾജേഴ്സ് എന്ന് പറഞ്ഞ് യൂണിഫോമും പട്ടാളത്തിൻ്റെ ഫുൾ പെയിൻറ്റ് അടിച്ചിട്ടുള്ള റൂം അവിടെ ഇട്ടിട്ടുണ്ട്. പട്ടാളക്കാർക്ക് വേണ്ടി മാത്രമുള്ളതാണ് ആ റൂം. അവിടെ തീർന്നിട്ടില്ല. അവിടെ പോയി നമ്മൾ ഭക്ഷണം കഴിച്ചു. കൗണ്ടറിൽ പോയി ബില്ല് കൊടുക്കാൻ പോയാൽ അയാൾ ബില്ല് വാങ്ങിക്കില്ല. പട്ടാളക്കാർക്ക് ഫ്രീ ആണ്. അതാരാണ്? അവൻ്റെ പേരാണ് സലാം. നിങ്ങൾ ഒരു സൈഡിൽ പറയുന്നല്ലോ, ഈ മുസ്ലിം പേരെന്ന് കേട്ട് കഴിഞ്ഞാൽ ഇവിടെ ഇതാണെന്ന് പറയുന്ന ആൾക്കാർക്കുള്ള ഒരു ഉദാഹരണമാണ് സലാം എന്നുള്ള ഒരു പട്ടാളക്കാർക്ക് വേണ്ടിയിട്ട് അവൻ്റെ ഹോട്ടൽ വരുമാനത്തിൽ നിന്ന് വെറുതെ ഫ്രീ ആയിട്ട് ആരതിലെ പോയാൽ. അങ്ങനെ ഇത് ഞാൻ അറിഞ്ഞിട്ട് അവിടെ പോയപ്പോൾ സംഭവമുണ്ട്. ആ കോർണറിൽ യൂണിഫോമും പട്ടാളത്തിൻ്റെ പെയിൻറ്റ് ഫോട്ടോസും അതൊക്കെ വെച്ച് ഫ്രീ എന്ന് എഴുതിയിട്ടില്ല. അപ്പോൾ അവർ പട്ടാളക്കാർക്ക് ഇരിക്കാനുള്ള സ്ഥലം, ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൗണ്ടറിൽ പോകുമ്പോഴാണ് ഈ പട്ടാളക്കാരൻ ഷോക്ക് അടിക്കുക. ആദ്യം ഫ്രീ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ അത്ര കഴിക്കണ്ട, എന്ത് കഴിച്ചിട്ട് പോയാലും ശരി സാറേ, ഇല്ല ഫ്രീ ആണ് സാറേ. അങ്ങനെയുള്ള ആൾക്കാരുള്ള, അങ്ങനെയുള്ള സലാമിനെപ്പോലുള്ള മുസ്ലിം എന്ന് പറയുന്ന ഒരു വ്യക്തി പട്ടാളക്കാർക്കും രാജ്യസ്നേഹികൾക്കും വേണ്ടി ഇത്രയും ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ ഇവിടെ എന്താടോ നിങ്ങൾ ഈ ജാതിര പ്രശ്നം? ഇവിടെ ഇന്ത്യക്കാരേ ഉള്ളൂ ഞാൻ പറയുന്നത്. അല്ലാതെ നിങ്ങൾ ഒരു ജാതി മാത്രം എന്നിട്ട് അവരെക്കുറിച്ച് നിങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഈ ശത്രുത മുഴുവൻ. എനിക്കിന്ന് അത് ഫീൽ ചെയ്തിട്ടില്ല. എൻ്റെ ഇപ്പം ഇലക്ഷൻ ക്യാമ്പയിന് നോക്കിയോ, 2-3 എൻ്റെ ക്ലാസ്മേറ്റുകൾ വരും. അവിടുത്തെ മൻസൂർ ഇന്നലെ രാത്രി ഞാൻ മെസ്സേജ് കൊടുത്തു, പന്നി നീ എൻ്റെ കൂടെ വന്നിരിക്കണം എന്നത്. സോറി അത് ഞങ്ങൾ ക്ലാസ്മേറ്റ്സ് സംസാരിക്കുന്നു. എവിടെ രവി ഞാനവിടെ ഉണ്ടോ? അങ്ങനെ ജീവിക്കുന്നൊരു മനുഷ്യന് എനിക്ക് നിങ്ങളുടെ ഈ രാഷ്ട്രീയം കാണുന്ന സമയത്ത് കുറച്ച് വിഷമമുണ്ട്. അത് എസ്പെഷ്യലി ഇവിടുത്തെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും. എന്തിനാണ് നിങ്ങൾ ഈ ജാതിയെക്കുറിച്ച് പറയുന്നത്? എന്നിട്ട് പറയാം ഹിന്ദു തീവ്രവാദത്തിനെ ഞങ്ങൾ എതിർക്കും, ഞാൻ മുഖ്യമന്ത്രിയായിരുന്നു. വി.ഡി. സതീശൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കണ്ടു. അപ്പോൾ നിങ്ങൾ ഹിന്ദുക്കളിൽ തീവ്രവാദികളെ ഉണ്ടാക്കിയെന്ന് നിങ്ങളങ്ങ് തീരുമാനിച്ചു. സോ ദേ ആർ ഡേഞ്ചറസ്. ബി വെരി കെയർഫുൾ അബൌട്ട് ദിസ് പീപ്പിൾ. പബ്ലിക് ഷുഡ് ബി അവെയർ ഓഫ്. നമ്മുടെ കുട്ടികളുടെ മനസ്സിനകത്ത് നിങ്ങളുടെ ചിന്താഗതി കയറ്റല്ലേ. അവരെ ആ തോളത്ത് കൈയിട്ടുകൊണ്ട് കളിച്ചും ചിരിച്ചും പിന്നീട് 2 ദിവസം കഴിഞ്ഞ് എൻ്റെ പേരെന്താടാന്ന് ചോദിക്കണം. അപ്പോൾ അതുവരേക്കും അവർ വളരട്ടെ അങ്ങോട്ട്. അല്ലാതെ പേര് ചോദിച്ചിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കില്ല. ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ കൈവിടുന്നത്. ഞാൻ ഒരിക്കലും ഒരാളുടെ പേര്, എത്രയോ ആൾക്കാർ നമ്മൾ കാണുന്നില്ല. അപ്പോൾ ഇനി ഞാൻ എന്താ പേര് ചോദിക്കാത്തത്? എനിക്കങ്ങനെ വർഗീയത പറയേണ്ട അവസരം വരുന്നില്ല. അപ്പോൾ ഞാൻ പറയാത്തവനാണ്, എനിക്കതില്ല മനസ്സിൽ. അപ്പോൾ ചിലപ്പോൾ എൻ്റെ മുമ്പിൽ നിൽക്കുന്ന മുസ്ലിം ആയിരിക്കും, അല്ലെങ്കിൽ ക്രിസ്ത്യാനി ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ ജാതിയെക്കുറിച്ച് സംസാരിക്കുന്നില്ല. നമ്മൾ പറയുന്ന അവൻ നീ എന്ത് ചെയ്യുന്നു, ഏത് ചെയ്യുന്നു, എന്ത് ബിസിനസ്, അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. പക്ഷെ ഇന്നത്തെ സിറ്റുവേഷൻ നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഹിന്ദു മുസ്ലിംസിൻ്റെ ഇടയിൽ റിഫ്റ്റ് ഉണ്ടാക്കുക, ക്രിസ്ത്യൻസിൻ്റെ ഇടയിൽ റിഫ്റ്റ് ഉണ്ടാക്കുക. എങ്കിലാണ് നിങ്ങൾക്ക് 4 വോട്ട് കിട്ടുള്ളൂ. എനിക്ക് അങ്ങനെയുള്ള വോട്ട് വേണ്ട. എനിക്ക് എല്ലാവരും വോട്ട് ചെയ്യുന്നുള്ള ഒരു ഉറപ്പുണ്ട്. നിങ്ങൾക്ക് ചെയ്തില്ലേ നഷ്ടം നിങ്ങൾക്കാണ്. അതാണ് എൻ്റെ ഒരു ചിന്താഗതി. അപ്പോൾ ഇനിയെങ്കിലും പബ്ലിക് ഇത് കേൾക്കുന്നവർ നമുക്കിതൊക്കെ മാറ്റി വയ്ക്കണം. നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ്. ഇപ്പം ഇന്ന് ഞാൻ ഒരുത്തന്നെ ഓൾറെഡി ഓർഡർ കൊടുത്തു കഴിഞ്ഞു. ഈവനിങ് എനിക്ക് തരിക്കഞ്ഞി ഭയങ്കര ഇഷ്ടമാണ്. തരിക്കഞ്ഞി അറിയാം നമുക്ക്, കോഴിക്കോട്ടുകാരല്ലേ? അപ്പോൾ ഞങ്ങൾ പട്ടാമ്പിയിലൊക്കെ തരിക്കഞ്ഞി എന്നാണ് പറയുക. റവയുടെ നോമ്പ് തുറക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. അപ്പം ഞാൻ പറഞ്ഞപ്പം അവൻ സിദ്ദിഖിൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ പറഞ്ഞിടാ റവയുടെ അപ്പോൾ കാലത്ത് വന്നു, ഉമ്മയുണ്ട് ഇവിടെ, വൈഫ് അവളും ഉണ്ട് ഇവിടെ എന്ന്. വളരെ നോമ്പിൻ്റെ സമയമല്ല. അതിനെന്താ ഞങ്ങൾക്ക് നോമ്പുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാക്കി തരാൻ പറ്റില്ല എന്നുള്ളത് ഖുറാനിൽ പറഞ്ഞിട്ടില്ല എന്നുള്ളത്. നിങ്ങൾക്ക് വേണം ഞാൻ ഉച്ചയ്ക്ക് ഉണ്ടാക്കി തരുന്നു. അപ്പം നിങ്ങൾ കേൾക്കുന്നതല്ല സത്യം. ഇവിടെ പറയുമല്ലോ ഞങ്ങൾക്ക് നോമ്പാണ്, അതുകൊണ്ട് നിങ്ങൾ ആരും കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. എന്നോട് പറഞ്ഞിട്ടില്ല, എൻ്റെ സുഹൃത്ത് സിദ്ദിഖാണ്. അതേപോലെ ഞാൻ അപ്പോൾ ഓർത്ത് എൻ്റെ വീട്ടിൽ ഞാൻ കണ്ണൂർ പോയി താമസിച്ചിട്ട് ഒരു ദിവസം നോമ്പിൻ്റെ സമയമായിരുന്നു. ഞാൻ തിരിച്ചു പോരുന്ന സമയത്ത് കാലത്ത് ഏളി മോണി കാലത്തിറങ്ങിയപ്പോഴത്തേക്കും ദോശയൊക്കെ റെഡിയാക്കി. ഞാൻ മറന്ന്. പിന്നെ ഞാൻ എടാ നോമ്പല്ല, എന്നിട്ട് ഉമ്മ ദോശയൊക്കെ ഉണ്ട്. അതിന് അവൻ ചോദിക്കും, അതിന് നിങ്ങൾ കഴിക്കും, അതിന് കഴിക്കാൻ പാടില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. ആ ആൾക്കാരാണ് നിങ്ങൾ ഈ പറയുന്നത് നോമ്പുള്ള സമയത്ത് നിങ്ങൾ ആരും കഴിക്കാൻ പാടില്ലത്. അതെടോ ചെറിയ കുറച്ചൊരു എല്ലായിടത്തും ഉണ്ട് കീടങ്ങൾ. അത് ഹിന്ദുവിലും ഉണ്ട്, മുസ്ലിമിലും ഉണ്ട്, ക്രിസ്ത്യാനിലും. അതല്ലേ പറഞ്ഞത്, മനുഷ്യന്മാരുടെ ഇടയിൽ നിങ്ങൾ മനുഷ്യന്മാരായിട്ട് കാണുമോ എങ്കിൽ നമുക്ക് ഭയങ്കര സുഖമാണ്.
ഈ സിദ്ദിഖ് പലപ്പോഴും എൻ്റെ കൂടെ ദുബായിലൊക്കെ വരുമ്പോൾ ഇവൻ 5 നേരം നിസ്കരിക്കുന്ന ആളാണ്. ഇവൻ ദുബായിൽ ഒരു പ്രാവശ്യം ഞാൻ കണ്ടാണ്, ഞങ്ങൾ ആ ഡയറിയിൽ പെർഫ്യൂം വാങ്ങിക്കാൻ പോയപ്പോൾ ഒരു 3 മണി നിസ്കരിക്കേണ്ട സമയമാണ്. ഞങ്ങളുടെ പള്ളി തറ എല്ലാവരും ഇവിടെ നിർത്തിയപ്പോൾ പ്രശ്നമാവും, പിന്നെ നമുക്കത് വാങ്ങിക്കാൻ അങ്ങോട്ട് പോകാൻ പറ്റില്ല. എവിടെ അതിന് ഇന്ന സമയത്ത് നിസ്കരിക്കണം എന്നുള്ളത് പറഞ്ഞിട്ടൊന്നുമില്ല. മറ്റുള്ള ഒരാൾക്ക് വേണ്ടി നീ ഒരു സർവീസ് ചെയ്യുന്ന സമയത്ത് ആ സമയത്ത് എന്നെ വന്ന് കാണുന്നു വേണ്ട, നീ ആ സർവീസ് തന്നെയാണ് എന്നോടുള്ള സർവീസ് എന്നുള്ളതാണ് ഖുർആൻ പറയുന്നത് എന്നുള്ളത് അവനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പം നിങ്ങളെല്ലാം കാട്ടിക്കൂട്ടല്ലോ ഇതൊക്കെ. എല്ലാം ഒരു ഇതും ഇല്ലെങ്കിൽ സമയം ഉണ്ടെങ്കിൽ പള്ളിയിൽ പോകും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ട് ഇതൊക്കെ നിർത്തി വെച്ചിട്ട് പോകണം എന്നുള്ളത് പറഞ്ഞിട്ടില്ല എന്നുള്ളത്. ഞാൻ അവൻ്റെ അടുത്ത് കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ. സോ അങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ തന്നെയല്ലേ തൊള്ളേന്ന് എഴുതി ഉണ്ടാക്കിയിട്ട് ഈ ശത്രുത ഉണ്ടാക്കുന്നത്. സോ വി ഹാവ് ടു സ്റ്റോപ്പ് ഓൾ ദിസ് തിങ്. വി ഹാവ് ടു എഡ്യൂക്കേറ്റ് ദ പബ്ലിക്. വളർന്നു വരുന്ന കുട്ടികളെ നമ്മൾ അങ്ങനെ വളർത്തും. ഇനിയും അവരെ കൊണ്ടുപോയിട്ട് വളരുമ്പോൾ തന്നെ വരുന്ന മനസ്സിനകത്ത് വിദ്വേഷം കയറ്റില്ല. മറ്റൊരുത്തനെ കാണുന്നത് അവനങ്ങനെ നോക്കട്ടെ, ലീവ് ദം. ഇറ്റ്സ് എ ഫ്രീ വേൾഡ്. ഇത്ര മനോഹരമായിട്ടുള്ളൊരു ലോകമാണിത്. ഞാനടക്കം വർഗീയവാദിയാണ്, അറിയില്ലേ നിങ്ങൾക്കത്? സോഷ്യൽ മീഡിയയിൽ ചിലവന്മാർ എന്നെ തെറി വിളിക്കുന്നതാണ്. എന്നെ പന്നി, പട്ടി എന്നൊക്കെ വിളിക്കും. വർഗീയവാദി, ചാണകസംഖി ഒക്കെ വിളിക്കും. അതാരാണെന്നുള്ളത് നമുക്കറിയാം. ഈ പറഞ്ഞ 0.00001% ഒരുത്തൻ. അവനതുകൊണ്ട് പറഞ്ഞില്ലെങ്കിൽ സമാനമില്ല. അവനറിയാം ഈ മേജർ രവി വെള്ളപ്പൊക്ക സമയത്ത് മദ്രസയിൽ പോയി കിടന്ന് 3 ദിവസം അവിടെ കിടന്ന ആ ഏരിയയിലത്തെ 200 ചില്ലാനും ഫാമിലീസിനെ രക്ഷിച്ചത് ആരുടെ കൂടെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ വന്ന 6 അടാകടന്മാരായിട്ടുള്ള 6 പിള്ളേർ, ഹക്കീമും അസീസൻ ഗ്യാങ് ഫുള്ള് അവരാരാണ്? SDP. കാരണം അവരുടെ ടീഷർട്ടിട്ടാണ് ഞാൻ കാലത്ത് എഴുന്നേക്കുന്നത്. നോക്കും, ഞാൻ ചോദിച്ചു ഇതെന്താടാന്ന് ചോദിച്ചു. ഒരു സാറ് വേറൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നാണ്. അപ്പോൾ ഞങ്ങളൊക്കെ SDP-കാരാണെന്ന്. അതിനകത്തുകൊണ്ട് നല്ലവർ. പിന്നെ ഈ ചീത്തപ്പേരുണ്ടാക്കുന്നത് വേറെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയപ്പോൾ അപ്പോൾ എല്ലായിടത്തും ഉണ്ട്. നമ്മളൊരു കാറ്റഗറൈസ് ചെയ്യരുത് ഒന്നിനെയും. ഇവനത് ചെയ്തു, യെസ്, ഇന്ന് കേൾക്കുന്ന ടെററിസത്തിൻ്റെ മുഴുവൻ പേരും മുസ്ലിം പേരുകളായിരിക്കും. അത് പേര് മാത്രമാണ്. അതിൻ്റെ അർത്ഥം മുസ്ലിംസ് മുഴുവൻ തീവ്രവാദികളാണെന്നുള്ളതല്ല. ഹിന്ദു 1-2 അവിടെ നമ്മളത് കേൾക്കും. അപ്പോൾ എല്ലായിടത്തും ഉണ്ട് ചില ഫെനറ്റിക് ആളുകൾ. അവരെ നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഞാനിപ്പം RSSും BJPയും ഒക്കെ തന്നെയാണ്. അതിൻ്റെ അർത്ഥം ഞാൻ ഭീകരവാദിയാണെന്നുള്ളതല്ല, ഹിന്ദു തീവ്രവാദിയല്ല. ഐ വിൽ ഡൈ ഫോർ യു. അതെൻ്റെ മുമ്പിൽ നിൽക്കുന്നത് ഹിന്ദുവാണോ മുസ്ലിമാണോ ക്രിസ്ത്യാനോ ഞാൻ നോക്കില്ല. എൻ്റെ ഇന്ത്യനാണ്. അവന് വേണ്ടി ഇപ്പോഴും നെഞ്ചു വിരിച്ച് നിൽക്കാൻ ഉള്ള ചങ്കൂറ്റമുണ്ട്. അത് ഈ ഇലക്ഷനും അങ്ങനെ തന്നെ ആയിരിക്കും. അങ്ങനെ നേതാവായി കഴിഞ്ഞാൽ എൻ്റെ ആളുകൾക്ക് വേണ്ടി ഞാൻ നിൽക്കും. യെസ്, ഐ വിൽ സ്റ്റാൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദം. എൻ്റെ ഒരു പിള്ളേരെ അവിടെ പോലീസ് സ്റ്റേഷനിൽ വെറുതെ കൊണ്ടുപോയിട്ട് തൂക്കിയിടാനോ ആയിരുന്നതിന് അതൊക്കെ അത് വരട്ടെ, സമയം വന്നാൽ വരും. കാരണം പല അട്രോസിറ്റീസ് നമ്മൾ കാണുന്നുണ്ട് പോലീസ് സ്റ്റേഷനിൽ. ഈ പിൻവാതിൽ കൂടെ നിയമം കഴിയിട്ടുള്ള കുറച്ച് പോലീസുകാരുണ്ട്. അവരെ വേറെ കണ്ടറിയാം. അവരെന്താണ് ഭരിക്കുന്ന പാർട്ടിയുടെ ആളാണെന്നുള്ളതിൻ്റെ പേരിൽ. പക്ഷെ നല്ല സാത്വികരായിട്ടുള്ള പോലീസ്, അവരെ കണ്ടാൽ നമുക്കറിയാം ആ ഒരു സ്മൈൽ അവരുടെ മുഖത്തുണ്ടാകും, ഒരു സാത്വികത്വം ഉണ്ടായിരിക്കും. പക്ഷെ എന്താണ്, ചീത്തപ്പേരും മുഴുവൻ പോലീസുകാർക്കുമാണ്. നേരത്തെ ഈ തീവ്രവാദത്തിൻ്റെ കേസ് പറഞ്ഞ പോലെയാണ്. പോലീസ് ശരിയല്ല, പക്ഷെ അതിനകത്ത് എത്രയോ നല്ല പിള്ളേരുണ്ട്. അത് താഴത്തുള്ള പോലീസ് മാത്രമല്ല, ഈ IPS വരുന്നവരുണ്ട്. ഇതിലും കാണും തലതെറിച്ച് കള്ളന്മാരായിട്ടുള്ളമാർ. പക്ഷെ അവിടെ നല്ല IPSകാരുണ്ടായിരിക്കും, തറവാട്ട് പറഞ്ഞുള്ള. ഇവിടെയൊക്കെ ചില പോലീസുകാർ ഇവിടെ പോസ്റ്റിംഗ് വരുന്ന സമയത്ത് ഇന്നലെ ഒരുത്തം ഇവിടെ വന്നിട്ടുണ്ട്. ഇവൻ ആദ്യം വിളിക്കുന്ന ഇവിടുത്തെ പണക്കാരെ മുഴുവനാണ്. എന്തിനാണ് അവൻ പോലീസുകാരൻ ഈ പണക്കാരെ വിളിക്കുന്നത്? DYSP അല്ലെങ്കിൽ ഇതായിട്ട് വരുന്നവൻ, അവൻ്റെ ഇൻറ്റൻഷൻ അതാണ്. അങ്ങനെ പറഞ്ഞാൽ ഇതൊക്കെ റിവീൽ ചെയ്യണമെങ്കിൽ എനിക്കൊരു പൊസിഷൻ വരട്ടെ. അപ്പം അന്ന് ജനങ്ങളുടെ മുന്നിൽ ഇതുപോലുള്ള കറപ്ഷൻ ഉള്ള ആളുകളെ ഇവിടുത്തെ എന്നുള്ളത് ഇതിപ്പോൾ എറണാകുളമല്ല. ഈ ഒരു കറന്റ് സിനാരിയോയിൽ നമ്മളൊരു 3ാം ലോക മഹായുദ്ധം ആശങ്കപ്പെടേണ്ടതുണ്ടോ? അങ്ങനെ ഒരു 3ാം ലോക മഹായുദ്ധത്തിലോട്ട് ഇന്ന് ലോകം പോവില്ല. എല്ലാവർക്കും ഇന്നിപ്പം ഇന്ത്യ ആണെങ്കിലും ശരി, ഓപ്പറേഷൻ സിന്ദൂറും 3ാം ദിവസം നമ്മൾ സീസ്-ഫയറിന് എഗ്രി ചെയ്തു. ഏതൊരു റെസ്പോൺസിബിൾ ഭരണാധികാരിയും
ഞാൻ ട്രംപിൻ്റെ കാര്യമല്ല പറയുന്നത്. റെസ്പോൺസിബിൾ ഭരണാധികാരി ഒരു യുദ്ധത്തിലോട്ട് ഒരു രാജ്യത്തിനെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കില്ല. ഇറസ്പോൺസിബിൾ ആരാണെന്ന് ചോദിച്ചാൽ പാകിസ്ഥാനിലുണ്ട്. കാരണം അവിടെ പ്രധാനമന്ത്രിക്ക് ജനങ്ങളെ സംരക്ഷിക്കണം എന്നുള്ള ഡെമോക്രാറ്റിക്കൽ തോട്ടുണ്ട്. പക്ഷേ ഹിപ്പോക്രാറ്റിക്കൽ ആ മാർഷൽ ലോ കൊണ്ടുവരണം എന്നുള്ളത് മിലിറ്ററിക്കാരനുണ്ട്. അവൻ്റെ അധികാരത്തിന് വേണ്ടി അതിൽ ബലിയാടാവുന്ന ആ രാജ്യത്തെ ജനങ്ങളാണ്. അപ്പം നമ്മുടെ പാർട്ടി നമ്മുടെ ഭാരതത്തിനകത്തുള്ള ഇപ്പോഴത്തെ പൊസിഷനിൽ നമ്മൾ ഒരിക്കലും ഇവരെ സപ്പോർട്ട് ചെയ്യില്ല. ഒരു തേർഡ് വേൾഡ് വാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ പോലെ കുറേ മാസങ്ങളൊന്നും നിൽക്കില്ല. ഓൾ ഫിനിഷ് ഇൻ അബൌട്ട് 5 to 10 days. കാരണം ന്യൂക്ലിയർ പവേഴ്സ് പലയിടത്തും ഇരിപ്പുണ്ട്. ചൈനയിലുണ്ട്, ഫ്രാൻസിലുണ്ട്, അമേരിക്കയിലുണ്ട്, റഷ്യയിലുണ്ട്, ഇന്ത്യയിലുണ്ട്, പാകിസ്ഥാൻ. ഏറ്റവും ഡേഞ്ചർ എന്ന് പറയുന്നത് പാകിസ്ഥാനിലുള്ളതാണ്. ബുദ്ധി എന്ന് പറയുന്നത് തലയ്ക്ക് ഒരോളമില്ലാത്തവന്മാരാണ്. അപ്പോൾ അത് വരുമ്പോൾ ഈ ഇസ്ലാമിക് രാഷ്ട്രത്തിന് വേണ്ടിയിട്ടെന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അത് വരുന്ന സമയത്ത് അവന്മാരുടെ അടുത്ത് പൊട്ടിച്ചളയും. പൊട്ടിച്ച് അത് പോയി, പാകിസ്ഥാൻ പോയി. പക്ഷേ എൻ്റെ തൊട്ട് ലോകം ഈ പറഞ്ഞ പോലെ തന്നെ ലോകാവസാനത്തിലോട്ട് പോകേണ്ട ഒരവസ്ഥ വരും. പിന്നെ അതിൽ നിന്ന് തിരിച്ച് ഈ ലോകം ഒരു നോർമലിലേക്ക് വരുന്നത് എല്ലാവരും ജപ്പാനെ പോലെ ആവില്ല. ജപ്പാനൊരു ന്യൂക്ലിയർ ബോംബ് വന്ന് വീണിട്ട് അവർ വന്നിട്ടുള്ളൊരു വരവുണ്ടല്ലോ, അത് ആ രാജ്യത്തിൻ്റെ ഹാർഡ് വർക്കിംഗ് പെട്രിയോട്ടിക് ജനതയാണ്. അവരിന്നും ആ ഒരു ലെവലിൽ തന്നെയാണ് നിൽക്കുന്നത്, ഒറ്റക്കെട്ടായിട്ട്. പക്ഷെ എല്ലാവരും അങ്ങനെ ആവില്ല. ഇവിടെ പോയല്ലേ ഞാൻ പറയും, നമ്മുടെ രാജ്യത്തിനകത്ത് തന്നെ ഇഷ്ടംപോലെ ശത്രുക്കളില്ലേ. അതുകൊണ്ട് അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് വരില്ല എന്നുള്ളത് എൻ്റെ ഒരു അനുമാനം. ഐ വിഷ് ഇറ്റ് ഷുഡ് നോട്ട് ഹാപ്പൻ ലൈക്ക് ദാറ്റ്. പക്ഷെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി എ ബിഗ് ഡിസാസ്റ്റർ. കാരണം ഇപ്പം അറേബ്യൻ രാജ്യങ്ങളിൽ പോലെ ഇപ്പോൾ ഈ UAE പോലുള്ള സ്ഥലങ്ങളിൽ ഇവരിടുന്ന ഒരു ബോംബ് അത് മൾട്ടിപ്ലൈ ആവും. കാരണം ഓയിൽ ഫീൽഡ് ഇട്ട് കഴിഞ്ഞാൽ കുവൈറ്റ് വാറിൽ നമ്മൾ കണ്ടതാണ്, കത്തി തീർന്നുകൊണ്ടിരിക്കുന്ന ഓയിൽ ഫീൽഡുകൾ. അറ്റ്മോസ്ഫിയറിക്കൽ ടെമ്പറേച്ചർ ഷോട്ട് ഡൗൺ ബൈ 8 to 10 degrees. അപ്പം അങ്ങനെ അത് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ കംപ്ലീറ്റ് ഓസോൺ ലെയറും എന്നാൽ അതൊരു ഡിസാസ്റ്റർ ആയിരിക്കും. ന്യൂക്ലിയർ ബോംബെന്ന് പറഞ്ഞാൽ 10 സ്ഥലത്തങ്ങ് വീണാൽ മതിയല്ലോ. അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് ഇട്ടു, ഇപ്പുറത്തുനിന്ന് അങ്ങോട്ടിട്ട് എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും ലോകം ഒരു തീരുമാനത്തിലാവും. റഷ്യ അത് അവിടെ ഇരിക്കുന്നു, ചൈന ഇപ്പുറത്തിരിക്കുന്നു, ഇവിടെ ഇന്ത്യ ഇരിക്കുന്നു. ഈ ഏരിയ മുഴുവൻ ഇങ്ങനെ കിടന്നു. പാകിസ്ഥാനും ഉണ്ട്. ഇപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ അമേരിക്ക, അവനപ്പുറത്ത് ഫ്രാൻസ്, ഇങ്ങനെയുള്ള 4 രാഷ്ട്രങ്ങളും കൂടി ആവുന്ന സമയത്ത് എല്ലാ സൈഡിൽ നിന്നുള്ളൊരു ഡിസാസ്റ്റർ. അതിനകത്ത് അമേരിക്ക ഒരു സൂപ്പർ പവർ എന്നുള്ള രീതിയിൽ അവരിലോട്ട് എത്താൻ ചൈന വിചാരിച്ചാൽ സാധിക്കും. കാരണം വെസ്റ്റേൺ സൈഡിലോട്ട് പോകാതെ ഈസ്റ്റേൺ സൈഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ ചൈന കൺട്രി അത് ഒരു ഇനി അത് ഞാനിവിടെ സ്ട്രാറ്റജി ഒന്നും പറഞ്ഞിട്ട് വല്ലാതെ എക്സ്പ്ലെയിൻ ചെയ്യണ്ട. അങ്ങനെ വരാതിരിക്കട്ടെ. കാരണം ഒരു യുദ്ധം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട്. ഒരു പട്ടാളക്കാരനായിരിക്കുന്ന സമയത്ത് ഐ യൂസ് ടു ലവ്. അന്നും യുദ്ധമല്ല, എൻകൗണ്ടേഴ്സ് ആയിരുന്നു. അതൊരു സുഖമുണ്ട്. നമ്മൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടി 4 പേരെ എങ്ങനെ ന്യൂട്രലൈസ് ചെയ്യുക എന്നുള്ളത് അത് നാടിന് വേണ്ടിയിട്ട് ചിലപ്പോൾ അമ്മ മരിച്ചു വരും. പക്ഷേ ഒരു യുദ്ധം എന്ന് പറയുന്നത് അങ്ങനെയല്ല. ഇറ്റ് ജസ്റ്റ് കൺട്രോളില്ല. പിന്നെ ഒരു ആർട്ടിലറി ഷെല്ലിങ് വന്ന് വീണ് കഴിഞ്ഞാൽ എവിടെ വീണു, എങ്ങനെ വീണു എന്നുള്ള അറിയില്ല. അവിടെയുള്ള ആ ഏരിയയിലത്തെ 35-40 meters ഏരിയ ഇതായി പോകണം. മറ്റത് നമ്മൾ ഫൈറ്റ് ചെയ്യുമ്പോൾ ഒരു സോൾജർ ഫീലിംഗ് ഉണ്ട്. മറ്റത് ഇത് തന്നെയാണ്. ഈ ഫൈറ്റിങ് അങ്ങനെ പോകുന്നു. ഒരു ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന ആർട്ടിലറി ഷെല്ലിങ്, ആമഡ് ഷെല്ലിങ്, എന്നാൽ അതൊരു വേറെ മൂഡാണത്. ഒരു കിക്കാണ് സോൾജേഴ്സിന്. ബട്ട് ഇറ്റ് ഷുഡ് നോട്ട് ഹാപ്പൻ. ബിക്കോസ് നമുക്ക് സമാധാനം കിട്ടാൻ പറ്റും. ഒരു പക്ഷേ ഞാനൊക്കെ വയസ്സായിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടായിരിക്കും ഇങ്ങനെയുള്ളൊരു തോട്ട് പ്രോസസ്സ് പോകുന്നത്. പണ്ട് കമാൻഡോയിലിരിക്കുമ്പോൾ എപ്പോൾ ഓപ്പറേഷൻ എന്നുള്ളത് ഇപ്പം അതിൻ്റെ പെയിൻ നമുക്കറിയാം. അതുകൊണ്ടാണ് അതിനെങ്കിലും ഒരു യുദ്ധം നോക്കിക്കൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് ഇപ്പം മാറുകയാണ്. കാരണം എന്ന് വെച്ചാൽ അത് ഭയങ്കര പെയിൻഫുള്ളോടും. എത്ര ഫാമിലീസ് വിൽ ഗോ ഫോർ എ സെക്സ്. പുൽവാമ അറ്റാക്കിനകത്ത് 40 ഫാമിലീസുണ്ട്. അവരൊക്കെ ചിന്തിച്ചു നോക്കും. 40 ഫാമിലീസ് ഒറ്റ ദിവസം അച്ഛനില്ലാതാവുന്നു, ബ്രദറില്ലാതാവുന്നു, ഭർത്താവില്ലാതാവുന്നു, അനിയനില്ലാതാവുന്നു, ചേട്ടനില്ലാതാവുന്നു. ഒരു ദിവസം കൊണ്ട് 40 ഫാമിലീസ് ഡിസാസ്റ്റർ ആവാണ്.
അതൊരു ചെറിയൊരു ബോംബ് ബ്ലാസ്റ്റിൽ യുദ്ധം വന്ന. അതുകൊണ്ട് തേർഡ് വേൾഡ് വാർ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം. അങ്ങനെ വരില്ല, കാരണം എല്ലാവരും സെൻസിബിളാണ്. വി വിൽ നോട്ട് ടേക്ക് ദാറ്റ് കൈൻഡ് ഓഫ് എ സ്റ്റെപ്പ്. സാറിൻ്റെ ഏറ്റവും പുതിയ മൂവി വിശേഷങ്ങളിലേക്ക് വരികയാണെങ്കിൽ സ്പാ മൂവി, അതിലേക്ക് എങ്ങനെയാണ് എത്തിയത്? കോമഡി ടു ദ കോറാണത്. ഞാൻ ആ പടം ചെയ്യുന്ന സ്ഥലത്ത് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. നമ്മൾ നോക്കപ്പോഴത്തേക്കും റെപ്യൂട്ടേഷൻ, അത് ഇത് ഒരു സ്പാ മൂവിയിലത്തെ. അപ്പോൾ ഷൈൻ സാറ് വന്ന് ചെയ്തേ പറ്റൂ. അപ്പോൾ എനിക്കറിയാം ഷൈൻ എന്നുള്ള വ്യക്തി ഒരാളെ കാസ്റ്റ് ചെയ്യുമ്പോൾ അവൻ ജനറലി ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് ഈ ആൾ ഈ സംഭവം ചെയ്യുന്നത്, അത് ചെയ്താൽ എനിക്ക് അതിൻ്റെ മൈലേജ് ഉണ്ടാകുന്നത്. അങ്ങനെയാണ് ഷൈൻ കാസ്റ്റ് ചെയ്യുക ഓരോരുത്തർ. പിന്നെ ഞാൻ എഗ്രി ചെയ്തു, പോയി ചെയ്ത് തിയേറ്ററിൽ പടം കാണുമ്പോൾ എൻ്റെ ഭാര്യ ഉണ്ട് എൻ്റെ കൂടെ. ഇങ്ങനൊരു വേർഷൻ ഉണ്ടോ? അവള് എന്തിനാണ് ഇതൊക്കെ, കുറച്ച് കഴിഞ്ഞ് പിന്നെ റിപ്പോർട്ടുകൾ വരാൻ തുടങ്ങിയപ്പോഴാണ് വാട്ട് മേജർ ഡിഡ് ദാറ്റ് തിങ് ദിസ് എന്ന് പറയുമ്പോൾ അത് ശരി, എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പം അത് ആസ് എൻ ആക്ടർ യു ഷുഡ് ഡു എനി റോൾ. ഇപ്പം എൻ്റെ ഒരു റിലേറ്റീവാണ് ബാലങ്കേ നായർ. അങ്കിള് കുട്ടിക്കാലത്തൊക്കെ ഇങ്ങനെ കണ്ട പേടിയായിരുന്നു, എല്ലാ പടത്തിലും റേപ്പും അതൊക്കെയാണ്. ഞങ്ങളുടെ വീട്ടിൽ വാട്ടർ കൃഷിയൊക്കെ വല്ലപ്പോഴൊക്കെ കാണുമ്പോൾ, പക്ഷെ ആ പാവായിരുന്ന മനുഷ്യൻ പാടത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്നത് മേഘനാഥൻ്റെ അച്ഛൻ ബാലങ്കേ നായർ. അപ്പം ഇത് എന്തിന് അമരീഷ് പുരി, ഞാൻ അദ്ദേഹത്തിനോട് വർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വില്ലൻ റോളുകൾ നിങ്ങൾ കണ്ടിട്ടുള്ളല്ലേ. സാധാരണഗതി സച്ച് എ സ്വീറ്റ് ആർട്ട് ഹീസ്. ഇരുന്ന് സംസാരിക്കുമ്പോൾ നോർമൽ ഹീ യൂസ് ടു എൻജോയ് ഹിസ് ഡ്രിങ്ക്സ്. ഒരു ഡ്രിങ്കൊക്കെ അടിച്ചിങ്ങനെ സംസാരിക്കും, എന്ത് സോഫ്റ്റായിട്ടാണ് സംസാരിക്കുന്നത്. ആ ആളാണ് ഇങ്ങനെ വില്ലനായിട്ട്. അംജദ് ഖാൻ, ഷോലയിൽ നിങ്ങളെ വിറപ്പിച്ച അംജദ് ഖാൻ. ഐ മെറ്റ് ഇൻ ബാംഗ്ലൂർ. മരിക്കുന്നതിന് മുന്നേ അദ്ദേഹത്തിൻ്റെ ഒരു ഹോട്ടലും ഇതൊക്കെ ഉണ്ടായിരുന്നു. ഒരു പ്രാവശ്യം അങ്ങനെ യാഴ്ച കണ്ട സമയത്ത് സംസാരിക്കുമ്പോൾ സോഫ്റ്റ് കഴിയുന്നത്. അപ്പം അതുകൊണ്ട് സിനിമയിൽ നമ്മൾ ഏത് റോളും ചെയ്യണം. അങ്ങനെയാണ് ഞാൻ സ്പായ്ക്ക് എഗ്രി ചെയ്തു. ആൻഡ് ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. ഇന്ന് പീപ്പിൾ വെൻ ദേ തിയേറ്റർ ട്രാൻസിഷൻ ഒന്നുമില്ല. എടോ അതിനതെൻ്റെ ക്യാരക്ടർ എന്താണ്, ആരും അറിയാതെ ഒന്ന് സ്പാല്, ഭാര്യ അറിയാതെ സ്പാല് പോകുന്നൊരു ക്യാരക്ടർ. അവസാനം ഭാര്യ കയ്യോടെ അങ്ങ് പൊക്കുന്നതാണ്. അതിലെന്തിനാ അഭിനയിക്കുന്നത്? ഞാൻ എൻ്റെ ഭാര്യയാണ്, നീനാക്കുറുപ്പല്ല. അല്ല, ഭാര്യയാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ടുള്ള നോട്ടല്ലേ, നീനാക്കുറുപ്പിനല്ല നോക്കുന്നത് ഞാൻ. അപ്പം എക്സ്പെർട്ട് അങ്ങനെ തന്നെയല്ലേ വരുള്ളൂ. അപ്പം അതിൽ അപ്പം എവിടെ സോറി എന്തൊരു എക്സ്പ്രഷൻ. ഞാൻ പറയാടാ, ഞാൻ നീനല്ല ഓർത്തിട്ടിരിക്കുന്നത്, അനിത വന്ന് കയറി എങ്ങനെ ഇരിക്കുന്നുള്ളതാണ് നോക്കുന്നത്. ശരിക്കും അങ്ങനെ ഭാര്യ അറിയാതെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഞാൻ ഐ ഡോണ്ട് ഹാവ് ടു, ബിക്കോസ് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് അല്ല ഈ സ്പാ ഞാൻ അങ്ങനെ ലക്ഷറിയിലൊന്നും ജീവിക്കാത്ത വ്യക്തിയാണ്. ഇപ്പോഴാണ് കുറച്ച് കാലമായിട്ടൊന്ന് ഫുഡ് മസാജിനൊക്കെ പോകും. കാരണം വെച്ചാൽ ഓക്കെ സം റിലാക്സ്. അല്ലെങ്കിൽ ഞാൻ ആയുർവേദിക് മസാജ് ഇതിനൊന്നിനും പോകാത്തൊരു ലാലൻ്റെ ഒരു പ്രാവശ്യം കൊണ്ട് കിടത്തി പെരുങ്ങോടോടെ കിടത്തി. ഒരു ദിവസം കിടന്നു. രണ്ടാം ദിവസം ലാൽ സാറ് റൂമിലേക്ക് കയറി വന്നാൽ അവിടെ കടലമുട്ടായി, പഴം, അതൊന്നും കഴിക്കാൻ പാടില്ല ഈ ഒഴിച്ചുള്ള സമയത്ത്. എന്നെ ഇറക്കി വിട്ടാൽ അണ്ണാ വേണ്ട കേട്ടോ, ഡോണ്ട് ഡു ഇറ്റ്, അണ്ണാ പൊയ്ക്കോളൂ നാളെ തന്നെ. എന്നെ പറ്റി ദിവസം ഇറക്കി വിട്ടാൽ ചെയ്യുമ്പോൾ മര്യാദയ്ക്ക് ചെയ്യണില്ല. അതങ്ങനെയാണ്, പെർഫെക്ഷൻ ഉണ്ട്. അത് കഴിക്കാൻ പാടില്ല. ആ മത്തങ്ങക്കറി എന്തൊക്കെ ആയിട്ടില്ല. ഞാൻ കടലമുട്ടായി പഴം എന്നൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് റൂമിനകത്ത്, ഒന്നും വാങ്ങിക്കാൻ പാടില്ല. അപ്പോൾ എനിക്കിതിനോടൊന്നും അങ്ങനെ ഇതില്ല. പക്ഷേ ഇപ്പം തോന്നുന്നുണ്ട് സംടൈംസ് യു ഷുഡ് റീജനറേറ്റ് യുവർ ബോഡി എന്നുള്ളതല്ല. ഇത് സ്പാ ഒന്നും എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല. സ്പാ അല്ലാതെ വേറെ എന്തെങ്കിലും ഭാര്യനോട് പറയാതെ ഭാര്യ പൊക്കിയ വിഷയങ്ങൾ അങ്ങനൊന്നുമില്ല. അടിച്ചിട്ട് വന്നിട്ട് ഭാര്യ പൊക്കിയ അതൊന്നും ഇല്ല. ഞാൻ കള്ളുടിക്കില്ല, അതറിയില്ലേ? ഞാൻ എൻ്റെ പട്ടാള ലൈഫ് തൊട്ടിട്ട് തന്നെ കള്ളുടി. അതൊക്കെ അവിടെ ഇപ്പോഴും ഉണ്ട്. ഇവിടെ 10 ബോട്ടിൽ അവിടെ ഇരിപ്പുണ്ട്. ആ കാർഡ് അവിടെ ഇരിക്കുന്നുണ്ടാകും. വല്ലപ്പോഴും ഈ ആവശ്യം വാങ്ങിക്കില്ലേ, മാസങ്ങളോടെ അതിങ്ങനെ പോകും. ഒരിക്കലും വാങ്ങിക്കില്ല. സർ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. ട്രൈ എന്ന് പറഞ്ഞാൽ യെസ്, സിപ്പ് ചെയ്തെല്ലാം. പക്ഷേ ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ് ആൻഡ് ഐ ഡോണ്ട് വാണ്ട് ടു ഗെറ്റ് ഇൻ ടു ദാറ്റ്. മിലിറ്ററി ഓഫീസർ ആയിട്ട് ഞാൻ അതുകൊണ്ട് എന്താണ്, എനിക്ക് ഏത് സമയത്തും ഓപ്പറേഷൻ കിട്ടും. കാരണം മറ്റേ രാത്രി ഓഫീസേഴ്സൊക്കെ തന്നിടിച്ചിരിക്കുമ്പോഴായിരിക്കും ഓപ്പറേഷൻ കാലത്ത് ആദ്യം കോൾ വരുന്നത് ക്യാപ്റ്റൻ. അതായിരുന്നില്ല കാര്യം.
ക്യാപ്റ്റൻ രവീന്ദ്രൻ, യെസ്, നമ്മളായിരിക്കും ഫസ്റ്റ് ടീം പോകുന്നത്. മറ്റന്മാർ കാലത്തെത്തുമ്പോഴത്തേക്കും ഞാനവിടെ പോയി ചിലപ്പോൾ അന്ന് തന്നെ രാത്രി കിട്ടും, ഇല്ലെങ്കിൽ ഫസ്റ്റ് സ്ലോട്ട് ഞാൻ പോകും. അതെന്താ, അതിൻ്റെ പ്രയോറിറ്റി ഇതാണ്. കള്ളുപിടിക്കാത്തതാണ്, അവൻ കള്ളുപിടിച്ചിട്ടുണ്ടാവില്ല. അതിലെനിക്ക് താല്പര്യമില്ല. പിന്നെ ഇതൊക്കെ ഈ പറയുന്നത് വെറുതെയാണ്, കള്ളുപിടിച്ചാൽ കിക്ക് കിട്ടുന്നു, എനിക്കറിയില്ല. അതിനേക്കാൾ വലിയ കിക്ക് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് ലൈഫിൽ കിക്ക് എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന പ്രൊഫഷണൽ കിട്ടുന്ന കിക്കുണ്ടല്ലോ, നിങ്ങളൊരു സക്സസ് അച്ചീവ് ചെയ്യുന്ന സമയത്തുള്ള കിക്ക് ഉണ്ടല്ലോ, അത് സെൻസിൽ എൻജോയ് ചെയ്യണം, അല്ല കള്ളുപിടിച്ചിട്ടല്ല എൻജോയ് ചെയ്യണം. ആ കിക്ക്, ജനങ്ങളുടെ അപ്രിസിയേഷൻ, ജനങ്ങൾ നിങ്ങളെ ഓഫ് എന്നുള്ളത് പറയുന്നു, അതാണ് കിക്ക്. ഞാൻ എൻ്റെ കുട്ടികളെ ഞാൻ പഠിപ്പിക്കുന്നുണ്ടല്ലോ മേജർ രവീസ് അക്കാഡമിയിൽ. ഐ ട്രെയിൻ ദം ആൻഡ് ഐ ടെൽ ദം ദാറ്റ്, മക്കളെ നിങ്ങളുടെ കിക്ക് എന്ന് പറയുന്നത് ലഹരിയോ ഇതൊന്നും ആവരുത്. നിങ്ങളുടെ കിക്ക് എന്നുള്ളത് നിങ്ങളുടെ ശരീരം സൂക്ഷിക്കുക. അത് കഴിഞ്ഞ് ആ ശരീരം കൊണ്ട് നാടിന് വേണ്ടി പോരാടുന്ന സമയത്തുള്ള കിക്കുണ്ടല്ലോ, എന്നിട്ട് മരിക്കാതെ ജീവനോടെ തിരിച്ചു വരിക, രണ്ടുപേരെ കൊന്നിട്ട്, ആ കിക്കാണ് നിങ്ങളുടെ കിക്കാവേണ്ടത്. അതുകൊണ്ട് എൻ്റെ പിള്ളേരെല്ലാം ഞാൻ ഒരുവിധം മോട്ടിവേറ്റ് ചെയ്ത് ഇങ്ങനെ ഡ്രിങ്ക്സിന് പോലും എഗൻസ്റ്റ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ആവശ്യമില്ല. തണുപ്പ്, ഞാൻ ഇവിടെ കാർഗിലിൽ ഞാൻ സർവീസ് ചെയ്യുന്ന സമയത്ത് 65 ഡിഗ്രി ആയിരുന്നു ടെമ്പറേച്ചർ, മൈനസ്. സ്മോക്ക് ചെയ്യാൻ തോന്നിയിട്ടില്ല? സ്മോക്ക് ഞാൻ ചെയ്യാറുണ്ട്. സ്മോക്കും ഐ ലെഫ്റ്റ് ഇറ്റ് അബൌട്ട് 6-7 ഇയേഴ്സ് ബാക്ക്. അതെനിക്ക് വേറൊരു പ്രശ്നം എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഞാൻ കുറച്ച് സ്റ്റൈലൈസ്ഡ് സാധനങ്ങളൊക്കെയാണല്ലോ. അപ്പോൾ ഈ അക്കാഡമിയിലേക്ക് പഠിക്കുന്ന സമയത്ത് ഇപ്പോഴും പിള്ളേർ പറയും, ഇവന് മാത്രമായിരുന്നു ചാൻസലർ എന്ന് പറഞ്ഞ സിഗരറ്റ്, കാരണം അത് ബ്രൗൺ കളറാണ്, കോഫി ബ്രൗൺ. അത് നമ്മൾ മാത്രം വലിക്കുമ്പോൾ അവർക്ക് ഈ വെളുത്ത സിഗരറ്റല്ല മറ്റത്, ഇത് വെറുതെ ആൾക്കാരെ ഷോ ഓഫിന് വേണ്ടി വിളിച്ചതാണ്. അത് പിന്നെ ശീലമായി. പിന്നീട് വന്നിട്ട് പിന്നെ അത് 555 ആവുന്നു. എന്നാലും അന്നൊക്കെ എന്ന് വെച്ചാൽ ഒരു സിഗരറ്റ് വാങ്ങിച്ചിട്ട് 2 പഫടിച്ച് കുത്തിക്കടിച്ചിട്ട് പിന്നെയും വയ്ക്കും, എന്നിട്ട് പിന്നെ വിളിക്കും, അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷെ പിന്നീട് നമ്മൾ സിനിമയിലൊക്കെ ഒന്ന് 92 ഒക്കെ ആയപ്പോഴത്തേക്കും 555ലേക്ക് എത്തി, അങ്ങനെയുള്ള സിഗരറ്റ് വലിക്കുള്ളൂ. അങ്ങനെ ഒരു ദിവസം കോന്നിയിൽ ഞാൻ എൻ്റെ അവിടെയാണ് ഓണം ആഘോഷിക്കാൻ പോകുന്നത്. ഡ്രൈവർ വണ്ടിയിൽ വെച്ചിട്ടുണ്ടെന്നുള്ള വിചാരത്തിൽ ഞാൻ പോയി, ഡ്രൈവറും പോയി. അവിടെ ചെന്നപ്പോൾ ആ ഉണ്ടായിരുന്ന പാക്കറ്റിൽ 4-5 സിഗരറ്റ് അത് വലിച്ചു കഴിഞ്ഞു. പിന്നെ ബെൻസനേജസ് ഇല്ല, ഭ്രാന്തായിട്ടിരിക്കുകയാണ്. അന്നത്തെ ദിവസം കഴിഞ്ഞു, പിറ്റേ ദിവസം കഴിഞ്ഞ്, ഉത്രാടവും കഴിഞ്ഞ്, തിരുവോണവും കഴിഞ്ഞ്, പിറ്റേ ദിവസം 4-ാം ദിവസം തിരിച്ചു ഓടുകയാണ്. ഇവിടെ വന്ന് പുത്തൻകുരിശ് വന്ന് പെട്ടെന്ന് പോയിട്ട് കടയിൽ പോയിട്ട് വാങ്ങിക്കാമെന്നുള്ളത്. പുത്തൻകുരിശിൽ കടയിലേക്ക് അപ്പോഴേ ഓർത്ത് ഞായറാഴ്ച ഓണത്തിൻ്റെ പിറ്റേ ദിവസം കൂടിയാണ് കട ഓർമ്മയുണ്ടാവില്ല. അന്ന് അവിടെ കൂടി. അപ്പോഴത്തേക്ക് 5-ാം ദിവസമായി. പിറ്റേ ദിവസം കാലത്ത് ഐ ഡിഡ്ന്റ് ഫീൽ ലൈക്ക് ടു സ്മോക്ക്. അങ്ങനെ അന്ന് ആ ഓണത്തിൻ്റെ അന്ന് വിട്ടതാണ്. ഇന്നേ വരെ 5-6 കൊല്ലം വരെ ടെംപ്റ്റേഷൻ എന്തിന്, മറ്റേ ഇതിനകത്ത് വലിച്ചു, കിഷ്കിന്ദ കാന്തത്തിന് ഡയറക്ടറോട് സരാജ് സിഗരറ്റ് ഒന്ന് ഒരു പഫ് എടുത്തപ്പോഴത്തേക്കും എടുത്ത് ചുമച്ചൊരു വഴിയായി. ഞാൻ മോനെ പറ്റില്ലത് എന്നത്. അപ്പം അത്രയും ഇറിറ്റേഷനായി. പണ്ടൊക്കെ നിർത്തുമായിരുന്നു, പിന്നെ എനിക്ക് വലിക്കാൻ തോന്നാറുണ്ട്, അപ്പം എനിക്ക് തോന്നാറില്ല. അത് ഒരു ദൈവാനുഗ്രഹം, എങ്ങനെയെങ്കിലും പോയി അത് രക്ഷപ്പെട്ട്. അല്ലെങ്കിൽ ദാറ്റ്സ് വെരി ബാഡ്. സാറിന്റെ ചൈൽഡ്ഹുഡ് നോക്കുകയാണെങ്കിൽ പണ്ട് തൊട്ടേ ഇങ്ങനെ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ലൈഫ് ആയിരിക്കില്ലല്ലോ പൊതുവേ നമുക്ക് ചൈൽഡ്ഹുഡിൽ ഉണ്ടാവുക. അപ്പോൾ ആ ഒരു മിലിറ്ററി ലൈഫിലേക്ക് പോകുമ്പോൾ എങ്ങനെയായിരുന്നു അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ? ഭയങ്കര പാടായിരുന്നു. ഇല്ല, അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ വാസ് ബേസിക്കലി നോട്ട് എ ഗൈ ഹൂ യൂസ് ടു, എനിക്ക് ബ്രേക്കിംഗ് ദ റൂൾസ് ഉണ്ടായിരുന്നു. അത് ചെയ്തെന്ന് പറഞ്ഞാൽ അത് ചെയ്യും, നോക്കാൽ അത് ചെയ്താൽ എന്താവുന്നില്ല. അത് അന്നും ഉണ്ട്, അക്കാഡമിയിലും ഉണ്ടായിരുന്നു, ട്രെയിനിങ്ങിലും ഉണ്ടായിരുന്നു, എല്ലായിടത്തും ഉണ്ടായിരുന്നു. പുറത്ത് പോകാൻ പാടില്ല, സിവിൽ ഡ്രസ് ഇട്ട് പോകാൻ പാടില്ല. ഞാൻ പതുക്കെ സിവിൽ ഡ്രസ്സ് വിളിച്ചെടുത്തോണ്ട് സിവിൽ ഡ്രസ്സ് പോകും, പിടിക്കപ്പെടും, പണിഷ്മെൻറ്റും കിട്ടും, അത്രേ ഉള്ളൂ. പക്ഷേ ഐ എൻജോയ് ദാറ്റ് സിവിൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമ്മൾ പുറത്തൊക്കെ കാണാനുള്ള ഒരു സുഖം. അല്ലെങ്കിൽ ആ പട്ടാളത്തിൻ്റെ ഡ്രസ്സ് ഇട്ട് പോകുമ്പോൾ ആകെ കൂതറ ഡുക്കായിരിക്കും, മുടിയില്ല, അതുമില്ല, എല്ലാവർക്കും കണ്ടു കഴിഞ്ഞാൽ. പിന്നെ ഓഫീസറായപ്പോൾ എന്താ വെച്ചാൽ ടൈം കൂട്ടുന്നതൊക്കെ ഉണ്ട്, എന്നിട്ടും ഞാൻ സിവിൽ ഡ്രസ് ഇട്ട് പോകാറുണ്ട്. അങ്ങനെയുള്ള ഈ ബ്രേക്കിംഗ് ദ റൂൾസ് പണ്ടുണ്ട്. പക്ഷേ ഒരു സുഖം. പക്ഷെ അത് എൻ്റെ ഒരു സീനിയർ ഇൻസ്ട്രക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു പ്രാവശ്യം, എടാ ഞാൻ നിന്നെ കുറേ പണിഷ് ചെയ്തിട്ടുണ്ട് അക്കാഡമിയിൽ. ഇന്ന് ഞാൻ നിൻ്റെ ഓഫീസിൽ ഇവിടെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ബോർഡിൻ്റെ പിറകുള്ള ബോർഡിൽ ആ ഗാലറി മെഡൽ കാണുന്ന സമയത്ത് എനിക്കില്ലത്, നിനക്കുണ്ടത്. അന്നേ എനിക്കറിയാം നിന്നെപ്പോലുള്ള 1-2 ഉണ്ടായിരുന്ന അക്കാഡമിക്കകത്ത് ഒരുത്തൻ്റെയും കൺട്രോളിൽ വരാത്ത. അങ്ങനെയുള്ള ആളുകൾ ജനറലി പട്ടാള ലൈഫിൽ ദേ വിൽ ഡു വെൽ. കാരണം ഒരു ഓപ്പറേഷൻ വന്നാൽ പോലും നോൺ കൺവെൻഷണൽ വേയിൽ അവർ പോയിട്ട് ജയിച്ചു വരും, ആ റിസ്ക് അവരെടുക്കും.
അതൊരു ഇൻസ്ട്രക്ടറാണ് പറയുന്നത്. അന്ന് ഞങ്ങൾ പനിഷ് ചെയ്യും, പക്ഷെ വി നോ ദറ്റ് ദിസ് ഗൈസ് വിൽ ഡു സംതിങ്. ശരിയാണത്. പക്ഷെ ചില സമയത്ത് നമ്മൾ കേൾക്കാറുണ്ട് ഈ പട്ടാളക്കാരുടെ അവിടെയുള്ള പണിഷ്മെന്റ്സ് കുറച്ച് ഭയങ്കര ഹെവിയാണ്. എനിക്കതിനോട് നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി, ഞാൻ അതിനോട് എഗ്രി ചെയ്യുന്ന ആളാണ്. കാരണം എന്നെപ്പോലെ പണിഷ്മെന്റ് വാങ്ങിച്ചിട്ടുള്ള ആരും ഉണ്ടാവും. അത്രയും ടഫായി ഞാൻ അങ്ങനെയാണ് അതിനെടുക്കുക. ഇത് എന്നോടൊരു ശ്രീലങ്കയിലത്തെ ഒരു പയ്യൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാനവിടെ ഇവർക്ക് ട്രെയിനിങ് കൊടുക്കാൻ പോയ സമയത്ത് നട്ടുച്ചയ്ക്ക് ബീച്ചിലായിരുന്നു ഞങ്ങളുടെ ടെൻറ്റും ഹട്ടൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഉറങ്ങുന്ന സമയത്ത് പുറത്തുനിന്ന് ശബ്ദം പുതും പുതും പുതും. അപ്പോൾ നോക്കുമ്പോൾ കുറേ പിള്ളേർ ഫ്രണ്ട് റോൾ അടിക്കാൻ ഈ മണലിൽ ബനിയനൊന്നിടാ, നല്ല ചൂടുള്ള മണലത്ത് മുതു പൊള്ളും. അപ്പം ഡേയ് മഴയത് ഏടാ നമുക്കെല്ലാം പണിഷ്മെൻറ്റ് കൊടുത്ത്. അപ്പോൾ അവൻ പറയുന്നത് എന്താ, പണിഷ്മെൻറ്റ് இல்லை சார், நாங்களே பண்ணிகிட்ருக்கோம். ஏன்டா മുതുക് സ്ട്രോങ് ആയിട്ടുണ്ട് സാർ. LTTക്ക് ഓപ്പോസിറ്റായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ട്രെയിൻ ചെയ്ത് കൊടുക്കുന്ന EPRLFും ENDLFിൻ്റെയും സ്റ്റുഡൻസാണിത് പറയുന്നത്. അവർക്കത് ഞാൻ അങ്ങനെ ആലോചിച്ചു. കറക്റ്റ്, ഐ യൂസ് ടു ടേക്ക് ഇറ്റ് ഇൻ ദാറ്റ്. പനിഷ്മെൻറ്റ് കിട്ടുമ്പോൾ എന്താണ് അത്രയും നമ്മൾ ടഫാവുക. 25 കിലോ കയറ്റാൻ പറഞ്ഞാൽ 30 കിലോ കയറ്റിയിടുക, ഏതായാലും 25 കയറണം. അപ്പോൾ കുറച്ചുകൂടെ കയറട്ടെ. അപ്പം നമ്മൾ യു ബിക്കം ടഫ്. പിന്നെ അവിടെ പനിഷ്മെൻറ്റ് കൊടുത്തിട്ട് ഒരാൾ മരിച്ചു പോയിട്ടൊന്നുമില്ല. പനിഷ്മെൻറ്റ് കൊടുത്തിട്ട് അങ്ങനെയുള്ള പനിഷ്മെൻറ്റ് തല്ലുക, തലക്കടിക്കാതെ പനിഷ്മെൻറ്റ് ഈ മനുഷ്യനെ ടഫാക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങളുടെ സമയത്ത് ഞങ്ങൾക്ക് ചന്തിക്ക് അടിയും കിട്ടുമായിരുന്നു സിലിങ്ങൊക്കെ വെച്ചിട്ട്. പക്ഷെ ഇപ്പം ഒന്നും അതില്ല. അപ്പം അതിനോട് ഞാൻ പറയുന്ന അങ്ങനെ ടഫാക്കണം ഒരു മനുഷ്യന്, അല്ല ചോക്ലേറ്റ് സോൾജേഴ്സ് ആക്കിയിട്ട് കാര്യമില്ല. നാടിന് വേണ്ടിയിട്ട് അവനങ്ങ് ടഫാവും. പിന്നെ അവൻ്റെ മൈൻഡ് അത്രയും ടഫാവും. അപ്പോൾ അതുപോലെയുള്ള പിള്ളേർ, ഇപ്പോൾ യോഗേന്ദ്ര യാദവ് എല്ലാം നോക്കിക്കഴിഞ്ഞാൽ 19 വയസ്സിലാണ് മഹാവീർ ചക്രയും വാങ്ങിച്ചിട്ട് വന്നിരിക്കുന്നത്. പരംവീർ ചക്രയും വാങ്ങിച്ചു വന്നിരിക്കുന്നത് 19 വയസ്സ്. ആ സമയത്ത് അവൻ അങ്ങനെ ടഫാവണമെങ്കിൽ അങ്ങനെയുള്ള പനിഷ്മെൻറ്റ് കൂടെ അവൻ പോയി കാണുമല്ലോ. പട്ടാളത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ട, നിങ്ങൾ പോകണ്ട അവിടെ. ഞാൻ ഒരിക്കലും അതിന് ഞാൻ സപ്പോർട്ട് ചെയ്യില്ല, പനിഷ്മെൻറ്റ് കൊടുക്കാൻ പാടില്ല എന്നുള്ളത്. പനിഷ്മെൻ്റ് അല്ല അത്. ഇപ്പം ഞങ്ങളിപ്പോൾ ട്രെയിൻ ചെയ്യുന്നുണ്ടല്ലോ, ഞങ്ങളും ഉരുട്ടും പിള്ളേരെ, ഫ്രണ്ട് റോഡും ബാക്ക് റോഡും ഒക്കെ അടിപ്പിക്കുന്നത്. അവർ ശരീരം കണ്ട് വേറൊരു ലെവലിലേക്കാവും. എൻ്റെ അക്കാഡമിയിൽ വരുന്ന പിള്ളേരെ നിങ്ങൾ 6 മാസം കഴിഞ്ഞ് പുറത്ത് കാണുന്ന സമയത്ത് അവരുടെ നടത്തവും ലുക്കും കാണുമ്പോൾ ഞാൻ തന്നെ യെസ്. മറ്റവർ വരുമ്പോൾ ഇങ്ങനെ കുറച്ച് വയറ്, കുറച്ച് തടി, പൊണ്ണത്തടി എല്ലാം മാറ്റി ചെറുക്കന്മാർ മുഖം ഇങ്ങനെ ചീസുള്ള ഫേസായിട്ട് കുറേ എണ്ണം സെലക്ഷൻ കിട്ടും, കുറേ എണ്ണം സെലക്ഷൻ കിട്ടില്ല. പക്ഷേ അവർ ആ ലെവലിലേക്ക് എത്തുന്നുണ്ട്. ഫുൾ കയ്യിനൊക്കെ കംപ്ലീറ്റ് ആ കട്ട്സൊക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അതങ്ങനെ പനിഷ്മെൻറ്റൊക്കെ കൊടുത്താലേ പറ്റുള്ളൂ. അതിനെ നിങ്ങൾ പനിഷ്മെൻ്റ് എന്ന് വിളിക്കണ്ട, എക്സ്ട്രാ എക്സസൈസ് എന്ന് വിളിക്കുക. ഇത് പനിഷ്മെൻ്റ് എന്ന് പറയുമ്പോഴാണ് നിങ്ങളുടെ പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് ഐ സപ്പോർട്ട് ഹാർഡ് ട്രെയിനിങ്. ഇപ്പം ഇലക്ഷന് സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത് മാറ്റി വെച്ചാൽ എന്താണ് സാറിൻ്റെ പുതിയ പ്രോജക്ട്സ്? ഞാനിപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങേണ്ടതായിരുന്നു. ഇപ്പോഴാണ് എനിക്ക് പ്രൊഡ്യൂസറെല്ലാം സെറ്റപ്പായി വന്നത്. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ഏതായാലും ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ടാണ് അതിന് മുകളിൽ, കാരണം ഇപ്പം ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളത് രാജീവ് ജി പറഞ്ഞു. ഇനി ഏപ്രിൽ കഴിഞ്ഞിട്ട് അതുവരേക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ പെർമിഷൻ്റെ കാര്യത്തിനൊക്കെ വേണ്ടി ഞാൻ അപ്ലൈ ചെയ്തിട്ട് എല്ലാം ശരിയായി തരാം, പക്ഷേ ആദ്യം ഇലക്ഷൻ കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അതുവരെ വെയിറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് അനൗൺസ്മെൻറ്റ് ചെയ്യും നമ്മൾ. ഓക്കെ, താങ്ക് യു സോ മച്ച് സർ. ഇത്രയും ടൈം ഞാൻ ലേറ്റ് ആയിട്ട് പോലും ഇരുന്നതിന് തോന്നി. താങ്ക് യു സോ മച്ച്. ഞാൻ വളരെ സോഫ്റ്റ് അല്ലായിരുന്നു, ടെൻഷൻ ഉണ്ടായിരുന്നു. അതെല്ലാവർക്കും ഉണ്ടാവും. ഞാൻ എൻ്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് പറയും എങ്ങനെയാവുന്നുള്ളത്. പക്ഷെ ദെൻ ഇഫ് ഐ അഗ്രീ ടു ഗിവ് യു സിങ് ദെൻ ഐ ഷുഡ് ഓണർ മൈ വേർഡ്സ്. അപ്പം അതിനകത്ത് തൻ്റെ പ്രശ്നമുണ്ട്, അരമണിക്കൂർ താൻ ലേറ്റായിട്ട് വന്നു എന്നുള്ളത് അത് തൻ്റെ പ്രശ്നമല്ല. അത് താൻ ഇന്നലെ ആക്സിഡൻ്റായി, അത് താൻ വേണച്ചിട്ട് ചെയ്തതല്ല. നേരെ മറിച്ച് താൻ വേണച്ചിട്ട് ഒരു പ്രശ്നമില്ലാതെ ലേറ്റായിട്ട് വന്നിരുന്നെങ്കിൽ ഈ ഇൻ്റർവ്യൂ തനിക്ക് കിട്ടില്ലായിരുന്നു. ഞാൻ പോകും. കാരണം അല്ലല്ല, അതിൽ സോറി പറയേണ്ട ആവശ്യമില്ല. ഞാൻ പറയുന്നത് വെച്ചാൽ ഞാൻ ലോജിക്കലി മനസ്സിലാക്കി യെസ് ആ കുട്ടിക്ക് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടോന്നുള്ളത്. അപ്പം അവിടെ നമ്മൾ താന്നു കൊടുക്കണം. അവിടെയാണ് മനുഷ്യത്വം എന്ന് പറയുന്നത്. നേരെ മറിച്ച് പലരും ഉണ്ട്, നമുക്ക് സമയം പറയും, എന്നിട്ട് അവർ ലാവിഷായിട്ട് വന്ന് ലേറ്റായിട്ട് പലപ്പോഴും അവരെന്നെ കാണാറ് പോലും ഇല്ല. ആദ്യമായിട്ടാണ് ലേറ്റ് ആവുന്നത്. ഞാൻ ഗസ്റ്റ് വരുന്നതിന് മുന്നേ എത്തുന്നതാണ്. എൻ്റെ അടുത്ത് ഇവർ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചാൽ ഓക്കെ പാവമായിരിക്കും,
അതുകൊണ്ട് ഞാൻ ഇരുന്ന് അതുകൊണ്ട് ഇപ്പം തനിക്ക് പ്രശ്നമൊന്നുമില്ല, തൻ്റെ ഇൻ്റർവ്യൂ കിട്ടിയില്ല. ഇല്ല, താങ്ക് യു സോ മച്ച്. എനിവേ താങ്ക് യു സോ മച്ച്. എനിക്ക് ഇത്ര നേരം സംസാരിച്ചെന്ന് മനസ്സിലായത് ഒരുപാട് ഭയങ്കര സ്വീറ്റ് ആണ്, അതുപോലെ തന്നെ ഹാർഡ് ആവേണ്ട സ്ഥലത്ത് ഹാർഡ് ആവുന്ന ഒരാളാണ്. അത് വേണമല്ലോ. ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇലക്ഷന് ജയിച്ച് അതൊക്കെ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു. ഞങ്ങൾ രണ്ടുപേരെയും കേട്ടിരുന്ന ബി4 പ്ലീസ് പ്രേക്ഷകർക്ക് ഒരുപാട് താങ്ക് യു. ബൈ ബൈ.